നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയ വന്നിട്ടുള്ളത്. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയില്ല. പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ അവസാന തീയതി ഈ മാസം ഓഗസ്റ്റ് 24 തീയതിയാണ്. അതിനു മുമ്പായി എല്ലാ ആളുകളും മുഴുവനായിട്ട് ചെയ്യുക. അവസാന ദിവസത്തിലേക്ക് വെക്കാതെ തന്നെ എല്ലാ ആളുകളും നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് ആ ആനുകൂല്യം ഇപ്പോൾ നിലവിലുണ്ടോ, അതിപ്പോൾ നിർബന്ധമായി ചെയ്യണമെന്നുള്ള അങ്ങനെ പല കാര്യങ്ങളും സംശയം ചോദിക്കാറുണ്ട്. അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കുക. ഗവൺമെൻറ് അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ മസ്റ്ററിംഗ് ആണ്. ഇതിനോടകം തന്നെ 80% ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് ചെയ്യുക. പല ആളുകളും ഇനി ഇതൊരു ഗൗരവമായി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും കാണുന്നത്. അതാണ് 20% ആളുകൾ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ളത്. മസ്റ്ററിംഗ് ചെയ്യാത്ത ഒരാൾക്കും ഒരു തരത്തിലുള്ള പെൻഷൻ, വാർദ്ധക്യ, വിധവ അല്ലെങ്കിൽ കാർഷിക, ഡിസബിലിറ്റി പെൻഷൻ, ഒരു പെൻഷനും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ഇതിൽ ചില ആളുകൾക്കുള്ള സംശയമാണ്, എനിക്ക് പെൻഷൻ ലഭിക്കുന്നില്ല, പക്ഷേ ഞാൻ പെൻഷൻ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള ആളുകൾ മസ്റ്ററിംഗ് ചെയ്യണമെന്നുള്ളത്. അവർ കൊടുത്ത പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അന്വേഷിച്ചതിന് ശേഷം അവരുടെ പെൻഷൻ ഐ ഡി ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ആ പെൻഷൻ ഐ ഡി വെച്ച് അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഈ അടുത്ത കാലത്തെങ്ങാനും പെൻഷന് പുതിയ അപേക്ഷ കൊടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഒന്നുകിൽ പെൻഷൻ സൈറ്റിൽ കയറി ആധാർ നമ്പർ അടിച്ചു കൊടുത്ത് പെൻഷൻ ഐ ഡി ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ കൗൺസിലറെയോ സമീപിച്ച് അത് പെൻഷൻ പാസ്സായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് അടുത്ത മാസങ്ങളിൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീട്ടിൽ കിടക്കുന്ന ആളുകൾ, വീട്ടിൽ സുഖമായി കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയാക്കുക. മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റ് പോലത്തെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. ഏതായാലും മുഴുവൻ ആളുകളും, പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മാത്രമായിരിക്കും അവർക്ക് തുടർന്നും പെൻഷൻ ലഭിക്കുകയുള്ളൂ. അവസാന തീയതി ഓഗസ്റ്റ് മാസം 24 തീയതിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മാത്രം ബാധകമായ കാര്യമാണ്. 60 വയസ്സ് തികയാത്ത വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർ എല്ലാ വർഷവും നൽകേണ്ട പുനർവാഹിതയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയില്ല. വാർഡ് മെമ്പറെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരു ഫോം ഉണ്ടാകും. ആ ഫോമും അതിൽ ഗസറ്റർ ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്തതിന് ശേഷം പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തുടർന്നും പെൻഷൻ ലഭിക്കും. വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അത് 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. 60 വയസ്സിന് മുമ്പുള്ള ആളുകൾ മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം, വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകാത്ത ആളുകളുണ്ടെങ്കിൽ എല്ലാ പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കളും വരുമാന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാ ആളുകളും നൽകുക. ഇനി പുതിയ വീഡിയോസുമായി കാണാം. നന്ദി, നമസ്കാരം.